നമസ്കാരം. മോഹൻലാൽ അഭിനയിച്ച പുതിയ പരസ്യചിത്രത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പരസ്യചിത്രത്തിന്. വിൻസ്മേരയുടെ ഈ പരസ്യചിത്രം യഥാർത്ഥത്തിൽ ഒരു പുത്തൻ പരീക്ഷണം തന്നെയാണ്. പരസ്യചിത്ര രംഗത്തെ അതികായനായ പ്രകാശ് വർമ്മയും മോഹൻലാലുമാണ് പരസ്യത്തിലുള്ളത്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം കട്ടയ്ക്ക് നിന്ന ജോർജ് സാറായി വന്നതും ഈ പ്രകാശ് വർമ്മ തന്നെയായിരുന്നു. അതിനുശേഷം ഇരുവരും ഒരുമിച്ച ഈ പരസ്യചിത്രവും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഇതിൽ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രംഗങ്ങളാണ് ഇപ്പോൾ കയ്യടി നേടുന്നതും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആൺകുട്ടി ഇതുപോലെ ആഭരണം ധരിക്കണമെന്ന് പറഞ്ഞാലോ, സ്ത്രീകളുടെ വസ്ത്രവും മേക്കപ്പും ധരിക്കണമെന്ന് പറഞ്ഞാലോ ഇപ്പോൾ ലാലേട്ടനെ പുകഴ്ത്തുന്നവർ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണല്ലേ. എന്തായാലും സിനിമാ കഥ പോലെ തന്നെയാണ് ഈ പരസ്യവും ഒരുക്കിയിരിക്കുന്നത്. പരസ്യചിത്ര സംവിധായകനായ പ്രകാശ് വർമ്മയും ഈ പരസ്യത്തിലുണ്ട്. പരസ്യചിത്രം ഷൂട്ട് ചെയ്യാനെത്തുന്ന മോഹൻലാൽ, അതിൻ്റെ സീൻ വിവരിക്കുന്ന സംവിധായകൻ പ്രകാശ് വർമ്മ. ഇതിനിടെ പരസ്യചിത്രത്തിലെ നായികയും വരുന്നുണ്ട്. കൈകൊടുത്ത് മോഹൻലാൽ പുറത്തേക്ക് പോകുന്നു. എന്നാൽ പെട്ടെന്നാണ് ആഭരണം കാണാതാകുന്നത്. പരസ്യത്തിനായി ഉപയോഗിക്കേണ്ട ആഭരണം കാണാതാകുന്നത്. പോലീസിനെ വിളിക്കാൻ തീരുമാനിക്കുന്ന ഈ പരസ്യചിത്രമൊരുക്കൽ ടീം ഇതിനിടെ സ്വർണം പോയതുകൊണ്ട് ചിത്രീകരണം മുടങ്ങുമെന്ന് മോഹൻലാലിനെ അറിയിക്കാൻ തീരുമാനിക്കുന്ന സംവിധായകൻ. ഒടുവിലാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. മോഹൻലാലിന്റെ കാരവാനിൽ പ്രകാശ് വർമ്മ എത്തുമ്പോൾ കാണുന്നത് മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മോഡലിന്റെ വേഷപ്പകർച്ച ആസ്വദിക്കുന്ന മോഹൻലാലിനെയാണ്. തുടർന്ന് ആരും കൊതിച്ചു പോകുമെന്ന ടാഗ് ലൈനിൽ പരസ്യം തീരുന്നു. 1 മിനിറ്റും 53 സെക്കൻഡ് ദൈർഘ്യവുമുള്ള ഒരു പരസ്യചിത്രം. സംഭവം പൊളിയാണ് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഭൂരിഭാഗം കമന്റുകളും പറയുന്നത്. ഇത് ഇത്ര പെട്ടെന്ന് വൈറലാകാൻ ഒരു കാരണം ഇതുവരെ ആരും പരീക്ഷിക്കാത്ത രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. കൂടാതെ ചെറിയ ചമ്മലോടെ സ്വർണ്ണക്കടയുടെ മികവ് പറഞ്ഞു വെക്കുന്ന മോഹൻലാലിന്റെ ഭാവം കിഡിലോസ്കിയാണെന്ന് പറയാതെ വയ്യ. ഈ പരസ്യത്തിൽ മോഹൻലാൽ സ്റ്റീരിയോടൈപ്പ് മാതൃകകളെ പൊളിച്ചെടുക്കുന്നുണ്ട്. സ്ത്രൈണ സ്വഭാവത്തിൽ പുരുഷന്മാർ എത്തുക എന്നത് പാളിപ്പോകാവുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രൈണ ഭാവത്തിൽ എത്തുന്ന മോഹൻലാലിന്റെ ചുവടുകൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ ഇവിടെയും തകർത്തിട്ടുണ്ട്. ട്രോൾ ആകുമായിരുന്ന സംഭവം മികച്ച കലാസൃഷ്ടിയായി മാറ്റിയിരിക്കുകയാണ് ലാലേട്ടൻ. ലാലേട്ടനെ മാത്രമല്ല, പ്രകാശ് വർമ്മയുടെ കോൺസെപ്റ്റിനെയും സോഷ്യൽ മീഡിയ അഭിനന്ദിക്കുന്നുണ്ട്. പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർമ്മാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വിൻസ്മേര ജുവൽസിന്റെ ഈ പരസ്യം മോഹൻലാലും പങ്കുവച്ചിട്ടുണ്ട്. സിനിമയിൽ കാണാത്ത മറ്റൊരു ലാലേട്ടനെ കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ പരസ്യത്തിൽ കിട്ടി. എന്നാലും ബെൻസണ്ണ, നിങ്ങൾ ജോർജ് സാറിന്റെ ആഭരണം കട്ടോണ്ടു പോകാൻ ശ്രമിച്ചു അല്ലേ? ഒടിയന് ശേഷം ലാലേട്ടന്റെ മുഖത്ത് ഇത്ര കൃത്യമായി ഭാവങ്ങൾ വരുന്നത് ഇപ്പോഴാ കാണുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ.